السلام عليكم ورحمة الله تعالى وبركاته. الحمد لله കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയോടെ ജീവിക്കുവാനും അവന്റെ പൊരുത്തത്തിലായി മരിക്കുവാനുമുള്ള വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങളെല്ലാം പുണ്യമാക്കപ്പെട്ട രാവുകളുടെ ബറക്കത്ത് കൊണ്ട്, ദിനങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ബദറും തീരം എന്ന നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് പുണ്യമായ നേട്ടകരമായ അറിവുകൾ നാം പഠിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ആ റമളാൻ മാസം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ റമളാനിൽ നാം ചൊല്ലേണ്ട ദിക്റുകൾ, ആ റമളാനുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇന്നത്തെ രാത്രി, ഇന്നത്തെ രാവ് നാം മഹത്തരമാണ്. ഇന്ന് പിറ കണ്ടാൽ ഇന്ന് റമളാനിന്റെ ആദ്യ രാവാണ്. നാളെ റമളാൻ 1 അള്ളാഹു റമളാനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഭാഗ്യം തരട്ടെ. ആ പുണ്യമാക്കപ്പെട്ട റമളാൻ, പരിശുദ്ധമായ റജബ് മുതൽ നാം ഓരോരുത്തരും ദുആ ചെയ്തു, വബല്ലിഗ്നാ റമളാൻ, പടച്ചവനെ റമളാനിലേക്ക് നീ ഞങ്ങളെ ആയുസ്സ് എത്തിക്കണേ എന്നാണ്. കഴിഞ്ഞ റമളാനിൽ നാം യാത്രയാക്കിയ പരിശുദ്ധമായ നോമ്പ് റമളാൻ കഴിഞ്ഞ വർഷം നമ്മൾ യാത്രയാക്കി. അത് വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മെക്കുറിച്ച് റിസൾട്ടുകളൊക്കെ രേഖപ്പെടുത്തി വേണ്ട പരിഗണനയോടുകൂടി നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും റമളാൻ ആഗതമാവുകയാണ്. ആ റമളാനെ നമ്മൾ സ്വീകരിക്കണം, ആ റമളാനെ നമ്മൾ ബഹുമാനിക്കണം. കേവലം ഒരു നോമ്പ് പിടുത്തവും കേവലം ഒരു തറാവീഹും കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല റമളാനെന്ന് നാം ജീവിതം കൊണ്ട്, കൽബ് കൊണ്ട് നാം ഉറപ്പിക്കണം. നോമ്പ് വന്നു, റമളാൻ മാസമാണല്ലോ, പകല് നോമ്പ് പിടിക്കുക, രാത്രി തറാവീഹ് എത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. റമളാൻ റജബ് മുതൽ നമ്മൾ ദ്വാരുന്നതാണ്. പടച്ചവനെ റമളാൻ ഞങ്ങൾ ആയുസ്സെത്തിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ, ആ റമളാനിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയാൽ, റമളാനിലെ ഓരോ സെക്കൻഡുകളും അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എൻ്റെ ഉമ്മത്ത് മനസ്സിലാക്കിയാൽ, റമളാൻ മാസം, പരിശുദ്ധമായ റമളാൻ മാസം വർഷം മുഴുവനുമാകണേ എന്ന് എൻ്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു. വർഷം മുഴുവൻ റമളാൻ മാത്രം മതി എന്ന് എൻ്റെ ഉമ്മത്ത് ആഗ്രഹിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി. അത്രമാത്രം ഒരു വിശ്വാസിക്ക് അള്ളാഹു പർവ്വത സമാനമായ, അല്ല, ആർത്തിരമ്പി വരുന്ന അലകടലിൻ്റെ അലമാലകൾക്ക് തുല്യം അള്ളാഹ് പ്രതിഫലം കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കെടുത്തുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, മഹാരഥനായ യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളുണ്ടല്ലോ, ആ മക്കളിൽ വെച്ച് യൂസുഫ് നബിയോട് യൗക്കൂബ് നബിക്ക് എത്രയാണോ ഇഷ്ടം, അതുപോലെ അള്ളാഹിന് മറ്റുള്ള മാസങ്ങളെക്കാൾ റമളാനിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്ത് റമളാൻ വർഷം മുഴുവൻ റമളാൻ ആകണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുഅത്തമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ജാഅ റമളാൻ, പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ എൻ്റെ ഉപ്പ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കും. റമളാൻ ആദ്യത്തെ രാവ് കടന്നു വന്നാൽ നിങ്ങൾ എഴുന്നേൽക്കിൻ, ഖൂമു ഫലഅല്ലക്കും ലാ തുദ്രികുഹു ബഅദ മാ ആമിക്കും ഹാദി. ഇത് റമളാനാ വന്നിരിക്കുന്നേ, ഇനിയൊരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന റമളാനായിരിക്കാം. ഈ ഒരു റമളാൻ കൊണ്ടെങ്കിലും നാളെ പടച്ചവന്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് ഖൂമു, നിങ്ങൾ എഴുന്നേക്കിൻ, ഇബാദത്ത് കൊണ്ട് നിങ്ങൾ സജീവമാകിൻ എന്ന് ഞങ്ങളുടെ ഉപ്പ ഞങ്ങളോട് പറയുമായിരുന്നു എന്ന് മഹാനായ മുഅത്തമർ റളിയല്ലാഹു തആല പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇന്ന് പിറ കണ്ടാൽ ഇന്ന് 1-ാമത്തെ രാവാണ്. ഇന്ന് പിറ കണ്ടാൽ 1-ാമത്തെ രാവ്, നാളെ റമളാൻ 1-ാമത്തെ നോമ്പാണ്. അള്ളാഹു ആരോഗ്യത്തോട് ആഫിയത്തോട് റമളാനെ നമ്മൾ പരിഗണിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര റമളാൻ നമ്മുടെ ആയുസ്സിൽ കടന്നുപോയി. സ്വയം ഒന്ന് ആലോചിക്കുന്നു. ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഒരു വിചാരണ നമുക്ക് വരാനുണ്ട്. അതിനു മുമ്പ് സ്വന്തം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയ, പടച്ചവനെ എനിക്കിപ്പോൾ 50 വയസ്സായി, എനിക്കിപ്പോൾ 60 വയസ്സായി, എനിക്ക് 40 വയസ്സായി. എത്രയൊക്കെ പറഞ്ഞാലും ഒരു 15 വർഷം മാറ്റി നിർത്തിയാൽ, പ്രായപൂർത്തിയായി തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ പ്രായപൂർത്തി 15 വർഷം മാറ്റി നിർത്തിയാൽ, അല്ലാഹ് ചുരുങ്ങി എത്രയോ വർഷങ്ങൾ റമളാൻ എന്നിലേക്ക് സമാഗതമായി പോയി.
അള്ളാഹുവേ ഏത് റമളാനാണ് എനിക്ക് അള്ളാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് പറയുക. ഏത് റമളാൻ ഞാൻ സജീവമായി നോമ്പെടുക്കും, തറാവീസ്കരിക്കും, അതിൽ കൂടുതൽ എന്ത് ചെയ്തു പടച്ചോനെ അള്ളാഹുവേ ആ റമളാനുകളൊന്നും എനിക്ക് അനുകൂലമാകില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് പാഴാക്കി കൂടാ. ഈ ഒരു റമളാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു മാറ്റങ്ങളുടെ മാറ്റൊലി മുഴക്കാൻ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ അള്ള തന്ന റമളാന. ഈ റമളാൻ എനിക്ക് രക്ഷപ്പെടുത്തണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് അള്ളാഹിലേക്ക് അടുക്കണം, തൗബ ചെയ്യണം, നോമ്പെടുക്കണം, തറാമിസ്കരിക്കണം, സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് സജീവമാകണം എന്ന നീയത്തിൽ ഇൻഷാ അള്ളാഹ് ഈ റമളാൻ നമ്മൾ സ്വീകരിക്കാൻ പോവാണ്. ആ നീയത്തായിരിക്കണം. കഴിഞ്ഞതൊക്കെ പോട്ടെ, മാമലാ മയ്യിത്തുൻ, കഴിഞ്ഞത് മയ്യത്തിന്റെ പരിഗണനയാണ്. കഴിഞ്ഞ റമളാൻ ഞാൻ നിസ്കരിച്ചു, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കല്ല. ഈ റമളാനിൽ ഞാൻ കഴിഞ്ഞ വർഷ റമളാനിൽ ഞാൻ 30 നോമ്പെടുത്ത് എനിക്ക് ഇപ്രാവശ്യം 30 എടുക്കണം. തറാവി ഒരു ദിവസം മുടങ്ങിയിട്ട് ഇപ്രാവശ്യം എനിക്ക് മുടങ്ങരുത്. കഴിഞ്ഞ എനിക്ക് 3 ഖത്തമേ തീർക്കാൻ കഴിഞ്ഞോളൂ, ഇപ്പം എനിക്കത് പോരാ, ഒരു 4 എണ്ണം, ഒരെണ്ണം അധികമാക്കണം. ചിലപ്പോൾ ഇതാണ് എൻ്റെ രക്ഷപ്പെടുന്ന റമളാൻ. അങ്ങനെ നീയത്താക്കണം. ഓരോ വർഷം അള്ളാഹിലേക്ക് അടുക്കാനുള്ള നീയത്താക്കണം. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് 1-ാമത്തെ രാവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് പിറ കണ്ടാൽ റമളാൻ ആദ്യ രാവ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യൻദുറു ഇലാ അവ്വലി ലൈലത്തിൻ മിൻഹു ഇലൽ മുസ്ലിമീന വമൻ നളറ ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, പരിശുദ്ധമായ റമളാൻ സമാഗതമായാൽ, ആദ്യ രാവ് സമാഗതമായാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, യൻദുറു ഫി അവ്വലി ലൈലത്തിൻ മിൻഹുൽ മുസ്ലിമീൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് വിശ്വാസികളിലേക്ക് നോക്കുമെന്നാണ്, അള്ളാഹുവിന്റെ അടിയാറുകളിലേക്ക് നോക്കുമെന്നാണ്. വമൻ നളറ ഇലൈഹി, ആ നോട്ടം ആരിലേക്കെങ്കിലും എത്തിയാൽ, നമ്മിലേക്ക് എത്തിയാൽ, ആ രാവിനെ പരിഗണിച്ചാൽ, റമളാനെ ആദരിച്ചാൽ, റമളാനെ ബഹുമാനിച്ചാൽ, 1-ാമത്തെ രാവിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചാൽ അള്ളാഹിന്റെ നോട്ടം കിട്ടും. അങ്ങനെ അള്ളാഹുവിന്റെ നോട്ടം കിട്ടിയാൽ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ അവന് വിഷമം എന്നൊരു വാക്ക് അവന്റെ നിഘണ്ടുവിൽ കടന്നു വരേണ്ടതില്ല. ഒരിക്കലും അവന് ബുദ്ധിമുട്ടും വരൂല. അത് ജീവിതത്തിലായാലും മരണത്തിലായാലും മരണാനന്തര ജീവിതത്തിലായാലും അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൊടുക്കില്ല എന്ന് അള്ളാഹിന്റെ റസൂൽ. ഈ ഒറ്റ ഹദീസ് മതിയല്ലോ റമളാന്റെ മഹത്വം മനസ്സിലാക്കാൻ. ആദ്യ രാവിന് ഇതാണ് മഹത്വമെങ്കിൽ പിന്നെ അങ്ങോട്ട് പറയാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു ആദ്യ രാവിലെ വിശ്വാസികളിലേക്ക് നോക്കുമെന്നും അള്ളാഹിന്റെ നോട്ടം കിട്ടിയാൽ അള്ളാഹു അവർക്ക് ഒക്കെയും എല്ലാം എളുപ്പമാക്കി അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധ റമളാൻ. എല്ലാ നന്മകൾക്കും 1-ന് 10 ഇരട്ടി പ്രതിഫലം അള്ളാഹ് കൊടുക്കണേ. 1-ന് 10 ഇരട്ടി പ്രതിഫലം അള്ളാഹ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ റമളാൻ അങ്ങനെയല്ല. റമളാനിൽ അങ്ങനെ 1-ന് 10 ഇരട്ടിയൊന്നും അല്ല. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാൻ കൊടുത്തോളാം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ മുതലാളി പറയേ അവനെ കടത്തിവിടെ, അവൻ എൻ്റെ ആളാ എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആ മനുഷ്യന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മുതലാളി അടുത്ത ആളാ. അതാ അള്ളാഹ് പറഞ്ഞേ, എല്ലാ നന്മകൾക്കും 1-ന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. റമളാൻ അല്ലെങ്കിൽ നോമ്പ് അത് എന്റേതാ, അത് എനിക്ക് വേണ്ടിയാ, അങ്ങ് വിട്ടേക്ക്, ഞാൻ കൊടുത്തോളാമെന്ന് അള്ളാഹ് പറഞ്ഞുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു നോമ്പുകാരൻ കിടന്നുറങ്ങുന്നത് പോലും ഇബാദത്താണ്. നോമ്പുകാരൻ വെറുതെ കിടന്നുറങ്ങാണ്, ഉറക്കത്തിന് പോലും ഇബാദത്തിന്റെ കൂലിയുണ്ട്. അങ്ങനെ പരിശുദ്ധമായ റമളാന്റെ സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത്. ആ റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നാം പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ റമളാൻ പിറ കണ്ടാൽ, നാളെ റമളാൻ 1, ഇന്ന് 1-ാമത്തെ രാവ് എങ്കിൽ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിവസം മഗ്രിബിന് മുമ്പ് ഇൻഷാ അള്ളാഹ് ഒരു 15 മിനിറ്റ് മുമ്പ് ഒളു എടുത്ത് നമ്മൾ നിസ്കാരപ്പാലിൽ ഉമ്മമാരെ, സഹോദരിമാരെ തസ്ബീഹ് ചൊല്ലണം. തസ്ബീഹ് ചൊല്ലണം റമളാനെ ആദരിക്കുന്നതിന്റെ കാര്യമാണ്. ഇന്നലെ വരെ എങ്ങനെ എന്നുള്ളതല്ല, ഇന്ന് മുതൽ ഇൻഷാ അള്ളാഹ് റമളാൻ കഴിഞ്ഞാലും ഈ ജീവിതം നമുക്ക് ഉണ്ടാകണം. മഗ്രിബ് നമസ്കാരത്തിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് പടച്ചോനെ ഒളു എടുത്ത്, പരിപൂർണമായ ഒളു എടുത്ത്, ഒളുവിനോട് ശേഷമുള്ള ദുആ ചൊല്ലി, അതിനുശേഷം ആയത്തുൽ കുർസി ഓതി നെഞ്ചിലേക്ക് ഊതിയിട്ട് നേരെ നിസ്കാരപ്പായിലേക്ക് വന്നു. എന്നിട്ട് മനസ്സാന്നിധ്യത്തോടെ പടച്ചോനെ റമളാൻ ഇന്നത്തെ രാവാകണേ അല്ലാ, നാളെ റമളാൻ ആകണേ അല്ലാ എന്ന് ആഗ്രഹിക്കണം വിശ്വാസി. നാളെ ചൂട് ശക്തമാണ് പടച്ചോനെ, നാളെ വേണ്ട, മറ്റൊന്ന് എന്തായാലും നോമ്പാണ്, മറ്റന്നാ തൊട്ടായാൽ മതി, എന്നാവല്ല റബ്ബേ എന്നല്ല. പടച്ചോനെ ഇന്ന് റമളാൻ ആകണേ അല്ലാ, ഇന്നത്തെ രാവാ എന്നാഗ്രഹിക്കണമെന്നാണ്. എന്നാഗ്രഹിക്കണം. നമ്മളെന്താ പറയാ, വല്ലാത്ത ചൂട് തന്നെ പടച്ചോനെ, നാളെ ആയാൽ മതിയായിരുന്നു റമളാൻ എന്ന് ചിന്തിക്കരുത്. പടച്ചോനെ ഇന്ന് റമളാൻ ആകണേ അല്ലാ എന്ന നിയത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് തസ്ബീഹ് ചൊല്ലണം. ഒരു 15 മിനിറ്റ് തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു
വിളിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, അതിനുശേഷം ഖുർആൻ എടുക്കുന്നു, ഓതാനുള്ള സൂറത്തുകളൊക്കെ നമ്മൾ ഓതി. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ആരെങ്കിലും പറയുന്ന ആ പിറ കണ്ടുട്ടോ, നാളെ നോമ്പാണ്, പിറ കണ്ടു, ശഅബാൻ 29 ഉള്ളൂ, നാളെ റമദാൻ 1. അങ്ങനെ നമ്മൾ ഇന്നത്തെ രാത്രി പിറ കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ, ആ വാർത്ത നമ്മുടെ ചെവികളിലേക്ക്, വിശ്വസനീയമായ വാർത്ത, പിറ കണ്ടു നാളെ റമദാൻ 1 എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥന ചൊല്ലണം. അങ്ങനെ പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്നറിയോ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലിയിരിക്കണം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ. എന്നൂടി പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ. ഈ പ്രാർത്ഥന നമ്മൾ പറയുക. ഈ പ്രാർത്ഥന ഒരു തവണ നമ്മൾ പറയുക. പിറ കാണുമ്പോൾ, മാസപ്പിറവി കാണുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന അതൊരു വലിയ ബറക്കത്താണ്. അള്ളാഹുവിനോട് നമ്മുടെ സഹായങ്ങൾ ചോദിക്കലാണ്. അതൊരു വലിയ നേട്ടമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ പിറ കാണുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലി. അത് കഴിഞ്ഞ് ഇശാ നമസ്കാരം, ഇശാന് ബാങ്ക് കേട്ടു, ഇശാ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ തറാവീഹ്, പരിശുദ്ധമായ റമദാൻ ആദ്യ രാവ് മുതൽ തറാവി. നാളെ നോമ്പാണെങ്കിൽ, ഇന്ന് 1-ാമത്തെ രാവാണെങ്കിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് തറാവി നിസ്കാരമുണ്ട്. തറാവി നിസ്കാരം നമ്മൾ നിർവഹിക്കണം. അത് വല്ലാത്ത കാലുവേദന ഉസ്താദെ. നിങ്ങൾ കഴിയുന്നത് പോലെ നിസ്കരിക്കും, നിസ്കാരം ഒഴിവാക്കല്ലേ. റമദാനിൽ അതിശ്രേഷ്ഠമായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് തറാവി നിസ്കാരത്തിൽ എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാഹ് ബദർ തീരത്തിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഇശാ നിസ്കാരം, തറാവി നിസ്കാരം, വിത്ർ നിസ്കാരം ഇത് നമുക്ക് എല്ലാ ദിവസവും പതിവുള്ളതാണ്. അത് മാത്രമല്ല, പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതം 30 ദിവസവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുന്ന ഏറ്റവും മഹത്തരമായ റമദാനിൽ പ്രത്യേകം അള്ളാഹുവിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ അർപ്പിക്കുന്ന എല്ലാ ഉൾപ്പെടുന്ന ഒരു സാരസമ്പൂർണമായ ഒരു ദുആ ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമദാനിൽ പൂർണ്ണമായി അധികരിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആരാധനയ്ക്കർഹൻ എനിക്കെന്റെ പടച്ചവൻ മാത്രമേ ഉള്ളൂ, എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പാപമോചനം തരണേ അല്ലാ. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്ന എന്താ? അൽ ജന്ന, സ്വർഗ്ഗം മതി പടച്ചവൻ, എനിക്ക് വേറെ ഒന്നും വേണ്ട. അസ്അലുക്കൽ ജന്ന, എനിക്ക് സ്വർഗ്ഗം മതി പടച്ചവനെ. വഅഊദു ബിക മിനന്നാർ, പടച്ചവനെ പ്രവാചകന്മാര് പോലും പൊട്ടിക്കരഞ്ഞു പോയ അല്ലാ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് എനിക്ക് മോചനം തരണം. അത്ര വലിയ സ്വർഗം ചോദിക്കുന്നു, നരകമോചനം ചോദിക്കുന്നു, പാപമോചനം തേടുന്നു, അള്ളാഹുവിനെ മാത്രം പുകഴ്ത്തുന്നു. ഇത് ഉൾപ്പെടുന്ന മഹത്തരമായ ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും റമദാനിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്. സ്വർഗം ചോദിക്കുന്ന, നരകമോചനം ചോദിക്കുന്ന, പടച്ചവനിലേക്ക് പാപമോചനം നടത്തുന്ന, അള്ളാഹിലേക്ക് മാത്രം ബഹദാനിയത്തിനെ എടുത്തുദ്ധരിക്കുന്ന മഹത്തരമായ ദിക്ർ നമ്മൾ അധികമാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് നമ്മൾ എപ്പോഴും അധികരിപ്പിക്കണം. റമദാനിൽ മുഴുവനും നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ, അസർ നിസ്കരിക്കുമ്പോൾ, മഗ്രിബ്, ഇശാ, സുബഹി ഒക്കെ നിസ്കാര ശേഷം ഒരു പ്രാർത്ഥന പ്രത്യേകം സുന്നത്തുണ്ട് റമദാൻ മാസത്തിൽ. ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥന ഏതാണ്? അതൊന്ന് ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല, മലയാളത്തിൽ ദുആ ചെയ്താലും മതി. എങ്കിലും അറിഞ്ഞിരിക്കാൻ, ഓതാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ദുആ ഇൻഷാ അല്ലാഹ് അതാണ് ഈ പറയുന്നത്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ
لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشائخنا وأساتذنا من الديون والمظالم والنار اللهم اجعل صيام الصائمين وقيامنا وقيام القائمين وركوعنا ركوع الراكعين وسجودنا سجود الساجدين. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا لا شاهدا علينا. പടച്ചോനെ ഈ പരിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ, നീ പ്രതികൂലമാക്കല്ലേ പടച്ചോനെ. വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാ, ഞങ്ങൾക്ക് ഇതൊരു വെളിച്ചമാകണം, ഞങ്ങൾക്കൊരു വസീലയാകണം. ഇത് ഞങ്ങൾക്ക് നാളെ അല്ലാഹുവേ നിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ ഒരു പിടിവള്ളിയാക്കി മാറ്റണേ അല്ലാ, ഞങ്ങൾക്ക് എതിരാക്കി മാറ്റല്ലേ പടച്ചവനെ. അല്ലാഹുമ്മ അഗ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, അല്ലാഹുവേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, മശായിഖമാർ എല്ലാവർക്കും പടച്ചവനെ നരകമോചനം, അതുപോലെ കടങ്ങൾ, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളെ തൊട്ട് നീ മോചനം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽ സിയാമനാ സിയാമസ്സായിമീൻ. പടച്ചവനെ യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. വഖിയാമനാ ഖിയാമൽ ഖായിമീൻ. അല്ലാഹു നിന്നെ നമസ്കരിക്കുന്നവർ യഥാർത്ഥ നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പടച്ചവനെ. വറുകൂഅനാ റുകൂഅ റാക്കിഈൻ. യഥാർത്ഥമായി റുകൂ ചെയ്യുന്നവരുടെ യഥാർത്ഥ റുകൂകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. വസുജൂദനാ സുജൂദ സാജിദീൻ. യഥാർത്ഥ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദ ശഹ്റ ശരീഫ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അഗ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ വഉമ്മഹാത്തിനാ വമശായിഖിനാ വഅസാതിദനാ മിനദ്ദുയൂനി വൽമളാലിമി വന്നാർ. അല്ലാഹുമ്മ ഇജ്അൽ സിയാമനാ സിയാമസ്സായിമീൻ വഖിയാമനാ ഖിയാമൽ ഖായിമീൻ വറുകൂഅനാ റുകൂഅർ റാക്കിഈൻ വസുജൂദനാ സുജൂദ സാജിദീൻ എന്ന മഹത്തരമായ പ്രാർത്ഥന ഇത് മലയാളത്തിലും പറഞ്ഞാൽ മതി, അറബിയിൽ പറയേണ്ടത് അങ്ങനെയും പറയാം. സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലാനുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ ഒന്നാമത്തെ 10 നമ്മൾ അള്ളാഹിൻ്റെ കരുണയുടെ 10ആണ്. അതിൽ അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീം നമ്മൾ ദുആ ചെയ്യണം, കാരുണ്യത്തെ ചോദിക്കണം. രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ 10ആണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തത് നരകമോചനത്തിന്റെ 10ആണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ യാ കരീം. അല്ലാഹുമ്മ അഗ്തിഖ്നി മിനന്നാർ വദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ അതിന്റെ പ്രാർത്ഥനകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ നിസ്സാരമായി കാണല്, കേവലം ഒരു നോമ്പ് പിടുത്തവും കേവലം ഒരു തറാവീഹ് നിസ്കാരമായി നമ്മൾ ഒതുങ്ങാൻ പാടില്ല. ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ ഇഗ്തികാഫുകൾ, തൗബ, അങ്ങനെ തുടങ്ങി റമളാൻ സജീവമാക്കണം. നമ്മുടെ ഖൽബും നമ്മുടെ നാവും നമ്മുടെ കണ്ണും ശരീരം അവയും മുഴുവനും റമളാനിൽ സജീവമാക്കണം. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ള വീഡിയോകളുമായി ബദറന്തിരം നിങ്ങളിലേക്ക് എത്തും. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.